നിനക്കെന്തു ഭവിക്കുന്നു എന്ന് നോക്കി നിൽക്കുന്നവരുടെ മുമ്പാകെ നമ്മെ മാനിച്ച് നമ്മുടെ തല ഉയർത്തി നമ്മെ പുറത്തു കൊണ്ടുവരുവാൻ മതിയായ ഒരു കർത്താവാണ്. അപ്പോസ്തലപ്രവൃത്തി 28-ാം അധ്യായം 6-ാം വാക്യത്തിൽ അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തുവീഴുകയോ ചെയ്യുമെന്ന് വെച്ചവർ കാത്തുനിന്നു. വളരെ നേരം കാത്തുനിന്നിട്ടും അവൻ ആപത്തൊന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ട് മനസ്സ് മാറി അവനൊരു ദേവൻ എന്ന് പറഞ്ഞു. ചരിത്രം നമുക്ക് നല്ലവണ്ണം അറിയാം. പൗലോസിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി കഷ്ടതയും പ്രയാസവും, കാരാഗ്രഹത്തിൽ കിടന്നു, ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടു, ഒരുപാട് അടി കൊണ്ടു, അതുപോലെ തന്നെ ഉപദ്രവങ്ങൾ ഒത്തിരി അനുഭവിച്ചു. കരയിലെ ആപത്ത്, കടലിലെ ആപത്ത് എല്ലാം കഴിഞ്ഞു. 28-ാം അധ്യായത്തിൽ നോക്കുമ്പോൾ രക്ഷപ്പെട്ട ശേഷം മെലീത്ത ദ്വീപിൽ വന്നു ബർബരന്മാർ അസാധാരണ ദയ കാണിച്ചു. ഇതെല്ലാം നമുക്കറിയാം. എന്നാൽ വിറക് പെറുക്കി തീയിലേക്കിട്ടപ്പോൾ ചൂട് നിമിത്തം അണലി കൈക്ക് പറ്റി. മറ്റാരുടെയും കൈക്ക് പറ്റിയില്ല, പൗലോസിന്റെ കരത്തിൽ പറ്റി. വാക്തത്വമുള്ള തലമുറയെ, ഇന്നെന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ പൈതലെ, വാക്തത്വം നിന്നോട് പറഞ്ഞിട്ടുണ്ട്. നാളുകളായി നടക്കുന്നില്ല എന്നോർത്ത് ഭാരപ്പെടണ്ട. അതിന്റെ സമയത്ത് വാക്തത്വം കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടത്തി തരുവാൻ എൻ്റെ കർത്താവ് മതിയായവനാണ്, വിശ്വസ്തനാണ്. പൗലോസിനോട് വാക്തത്വം പറഞ്ഞു, നീ യെരുശലേമിൽ എന്നെ കുറിച്ച് സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കും. എൻ്റെ കർത്താവ് എത്തിക്കണമെന്ന് പറഞ്ഞ ഇടത്ത് എത്തിക്കുക തന്നെ ചെയ്യും. പൗലോസിന്റെ ജീവിതത്തിൽ പിറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി കഷ്ടതകൾ ഉണ്ടായിരുന്നു. പ്രതിസന്ധികളും വെല്ലുവിളികളും നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു. പ്രിയതയോമയത്തിലെ ഒരു വാക്കുപോലും കർത്താവിനോട് മറുത്തു പറയാതെ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ ദൈവത്തോട് പഴി പറയാറുണ്ട്, കുറ്റപ്പെടുത്താറുണ്ട്. എന്നാൽ അനേകർ നോക്കി നിൽക്കവേ അവരുടെ മുമ്പിൽ അവർ തന്നെ വിളിച്ചു പറ, ആരാണോ കുറ്റപ്പെടുത്തിയത് ഇപ്പോൾ വീർത്ത് ചത്തു വീഴും, ഇവിടം കൊണ്ട് അവസാനിച്ചു, പൗലോസ് തീർന്നു എന്ന് പറഞ്ഞവരുടെ മുമ്പിൽ അവര് തന്നെ പറയുകയാണ്, ഇവനൊരു ദേവൻ. പ്രിയ ദൈവപൈതലേ, സങ്കടപ്പെട്ട് ഭാരപ്പെട്ട് കഷ്ടതയാണെന്ന് പറഞ്ഞ് അതിനെ പഴി പറഞ്ഞിരിക്കാതെ ദൈവകരത്തിലേക്ക് വിഷയത്തെ കൊടുക്കുക. വാക്തത്വം ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത്, കറക്റ്റ് സമയത്ത്, അത് മുന്നേയല്ല പിന്നെയുമല്ല, ആ പെർഫെക്റ്റ് ടൈമില് കർത്താവ് നിറവേറ്റി തരികച്ച തന്നെ ചെയ്യും. അതുകൊണ്ട് നിങ്ങളുടെ വിഷയത്തെ ഓർത്ത് കഷ്ടതയാണ് എന്നും പ്രയാസമാണ് എന്ന് പറഞ്ഞ് ഭാരപ്പെട്ടിരിക്കാതെ പൗലോസിനെ പോലെ നമുക്കും നമ്മുടെ യാത്രയിലേക്ക് ഓടിക്കടക്കാൻ, പൗലോസ് ഒരിക്കലും പഴി പറഞ്ഞിരുന്നില്ല, പൗലോസിന്റെ വാക്തത്വത്തിലേക്ക് ഓടിക്കടക്കാനുള്ള വ്യഗ്രതയിലായിരുന്നു. അതുപോലെ പൗലോസിനെ പോലെ നമുക്കും മുൻപോട്ട് ഓടുവാൻ കർത്താവ് കാലുകൾക്ക് വേഗത തരും. ആഹാബിന്റെ രഥത്തിന് മുൻപേ ഏലിയാവിന് ഓടിക്കടക്കുവാൻ കാലുകൾക്ക് വേഗത കൊടുത്തതുപോലെ നമ്മുടെ വാക്തത്വത്തിലേക്ക് ഓടിക്കയറുവാൻ കർത്താവ് നമ്മുടെ കാലുകൾക്ക് വേഗത തരും. അതുകൊണ്ട് മനസ്സ് വിഷമിച്ചിരിക്കാതെ, സങ്കടപ്പെട്ട് പഴി പറഞ്ഞിരിക്കാതെ, പ്രത്യാശയോടുകൂടെ, ധൈര്യത്തോടു കൂടെ മുൻപോട്ട് കടക്കുവാൻ കർത്താവ് ഏവരെയും സഹായിക്കട്ടെ.